ബ്ലഡിന്റെ സ്മെല്ല് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ പരിചയമുള്ള സ്മെല്ലും കൂടെ ഉണ്ട്. ഇവിടെ വരെയാണ് ചോരത്തുള്ളി ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പാടൊന്നുമില്ല. ഇവിടുന്ന് എങ്ങോട്ട് പോയി എന്നാണ് അറിയാത്തത്. ഡയറിയിലുള്ള പോലെയാണെങ്കിൽ സെപ്റ്റംബർ 8 നിക്കിക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചത്ത നിലയിൽ കണ്ടത് മാത്രമാണ് ആ ഡേറ്റ്. മരണപ്പെടുന്നതിന്റെ തലേന്നോ വേറെ എപ്പോഴെങ്കിലും ആവാലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായല്ലോ ചത്ത നിലയിലും മരണപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചു നമ്മുടെ നിക്കി മരിച്ചു എന്നുള്ളത്? എല്ലാ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും ആ ഡയറിയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ നമുക്കത് കണ്ടെത്തിക്കൂടെ? ഒരു സീരിയസ് കാര്യത്തിന് ഇരിക്കുമ്പോ ഈ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണോ? ഈ ഡയറി ഞാൻ ഇനി നോക്കൂല. കാരണം ഇതിൽ ഞാൻ നോക്കാൻ ഒന്നും ബാക്കിയില്ല. തെളിവുകളെല്ലാം ഈ ഡയറിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് എഴുതിയത് എന്തായാലും വെറുതെ ആവൂലല്ലോ. അതെ, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് സെപ്റ്റംബർ 2. ഡയറിയിൽ ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ മെയിന് അന്ന് 8-ാം തീയതി തോട്ടത്തിൽ നടന്ന സംഭവമാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആത്മാക്കളെ രഹസ്യങ്ങള് നിധി അതല്ല ഞാൻ വരുന്നിടത്ത് വെച്ച് നേരിടും. ഇപ്പൊ എന്റെ വിഷയം നിക്കിയെ രക്ഷിക്കാന്നുള്ളതാണ്. എന്റെയും. എനിക്കപ്പോ നിക്കിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെന്നാണ് നീ വിചാരിക്കുന്നത്? എനിക്കറിയില്ല. ചില സമയത്ത് നിന്റെ പ്രവൃത്തികൾ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഓഹോ, നിനക്കങ്ങനെ തോന്നിയല്ലേ? തോന്നി. എല്ലാവർക്കും സ്വന്തം കാര്യമാണല്ലോ വലുത്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയില്ല. അതുകൊണ്ടായിരിക്കും ഈ ഒടിഞ്ഞ കൈയും വെച്ച് എല്ലാത്തിനും നിങ്ങളോട് നിന്നത്. എന്ത് നിന്നോന്ന്? സ്വന്തം ജീവൻ പോകുന്ന പേടിയോണ്ട് ഒളിച്ചിരുന്നു, അല്ലാതെ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്നാ ഇനി എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോ. ഞാൻ പോവാ. ഇനി ഒന്നിനും എന്നെ നോക്കണ്ട. മാമ പോവല്ലേ? അമ്മ ഒരു വിഷമത്തിന്റെ പുറത്ത് പറഞ്ഞല്ലേ. ഈ വിഷമോ സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ പോവാ. അമ്മ മാമനോട് പോണ്ടെന്ന് പറ. എന്നാലും മാമ നിൽക്കൂ. പോകുന്നവരൊക്കെ പോട്ടെ, ഞാൻ ആരെയും തടയാനില്ല. മാമൻ പോയി. മാമനുള്ളപ്പോ ഒരു ധൈര്യമായിരുന്നു. നമ്മളെ ഇനി എങ്ങനെ നിക്കിനെ കണ്ടുപിടിക്കാം? അമ്മ എപ്പോ പോയി വിളിച്ചാലും മാമ മിണ്ടരുതാരും. ഇത് കണ്ടോ? എന്താണ് ഇത്? വായിച്ചതല്ലേ? വരികളല്ല, അതിന്റെ അടിയിലിട്ടേക്കുന്ന ഡോട്ട്സ് കണ്ടോ? ഡോട്ട്സ്. അത് ഈ ഡോട്ട്സ് ഈ ഡയറിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. നീ ഒരു പേപ്പറും പേന എടുത്തോണ്ടെന്ന്. ഞാൻ എടുത്തിട്ട് വരാം. ഇത് കണ്ടോ? ഇവിടെയുണ്ട്. ഇതെന്തിനാ അമ്മ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ഡോട്ട്സ് ഇട്ട വേർഡ്സ് എല്ലാം ഈ പേപ്പറിലോട്ട് എഴുതിയെടുക്ക്. പറഞ്ഞോ. ഞാൻ പറയുന്ന ഓർഡറിൽ വിട്ട് എഴുതണേ. അത് ഞാൻ എഴുതിക്കോളാം. അമ്മ പറഞ്ഞോ. ഇനി അടുത്ത വഴി എന്താണാവോ ഡയറിയില്? ഓക്കെ, എഴുതിക്കോ. മരങ്ങൾ, എന്തോ പ്രത്യേകതയുണ്ടെന്ന്, മര, തട്ടിൻ മുകളിൽ, ഈ വീടിന് പിന്നിലെ, നടിയിൽ, താക്കോൽ, എല്ലാ തെളിവുകളും ഒളിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ ഒരു ഡോട്ട്സ് ഇടാൻ എന്താ കാരണം? അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നീ എഴുതിയത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വായിച്ചേ. മരങ്ങൾ, എന്തോ പ്രത്യേകതയുണ്ടെന്ന്, മര, തട്ടിൻ മുകളിൽ, ഈ വീടിനു പിന്നിലെ, നടിയിൽ, എല്ലാ തെളിവുകളും ഒളിപ്പിച്ചു, താക്കോൽ. തട്ടിൻ മുകളിൽ താക്കോൽ ഒളിപ്പിച്ചു എന്നാണോ? അങ്ങനെയാണോ? ഇനി നിധിന്റെ താക്കോൽ അവിടെ ഉണ്ടാവോ?
അതിന് ഈ വീടിനെവിടെ തട്ട്? ഇത് പുതിയ വീടല്ലേ, പഴയ വീട് പൊളിച്ചുണ്ടാക്കിയതല്ലേ. അപ്പൊ തട്ടിൻമുകളിലല്ല. നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ? പറയാം. ദാ ഈ വേർഡ്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ദാ ഈ വാക്കാണ്, മരങ്ങൾ. ഇത് 2 തവണ വരുന്നുണ്ട്. ഈ തട്ടിൻമുകളിൽ അപ്പൊ എന്താ? അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ നോക്കാം. 2ാമത്തെ മെയിൻ വാക്ക് താക്കോലായിരിക്കും, കാരണം അതാണല്ലോ നമ്മൾ നോക്കണത്. താക്കോൽ ഒളിപ്പിച്ചു. അപ്പൊ നെക്സ്റ്റ് ഈ വീടിന് പിന്നിലേന്നായിരിക്കും. ആ, കറക്റ്റ്. അപ്പൊ ഇതുവരെ എഴുതിയത് വായിച്ചാൽ മരം താക്കോൽ ഒളിപ്പിച്ചു. ഈ വീടിന് പിന്നിൽ മരം താക്കോൽ ഒളിപ്പിക്കേ, അതെന്തോന്താ? നിങ്ങൾ അതൊന്ന് തിരിച്ചു വായിച്ചേ. വീടിന് പിന്നിലെ മരം താക്കോൽ ഒളിപ്പിച്ചു എന്നും വായിക്കാലോ. ആ, ശരിയാണല്ലോ. വീടിന്റെ പിന്നിലെ മരത്തിൽ താക്കോൽ ഒളിപ്പിച്ചു എന്നായിരിക്കും ആ വേർഡ്. പക്ഷെ ഇത് മരം. പിന്നെ മറ്റേ വേർഡ് തട്ടിൻമുകളിൽ എന്തോ പ്രത്യേകത ഉണ്ട്. എന്ത് പ്രത്യേകത? അതിലേക്ക് വരാം. പക്ഷെ അതിനു മുന്നേ നമുക്ക് ആ മരം ഏതാന്ന് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് പുറകുവശത്തേക്ക് പോയി നോക്കിയാലോ? അതിനെന്താ, പോയി നോക്കാം. ഹലോ, ആണോ? ആ, ഓക്കെ. അതൊന്ന് വാട്സപ്പ് ചെയ്യോ, ഞാനൊന്ന് നോക്കട്ടെ. ആ, ശരി. ആരമ്മ? അതൊക്കെ പറയാം, നീ ആദ്യം മരം നോക്ക്. ഇതിപ്പോ ഏത് മരം വിചാരിച്ചിട്ടാ? ഈ പ്ലാവിലേതെങ്കിലും ആണോ? ഇത് പ്രായം കുറഞ്ഞ പ്ലാവാ, ഇതായിരിക്കില്ല. ഇനിയിപ്പോ എല്ലാ മരത്തിന്റെ അടിയിലും കുഴിച്ചു നോക്കേണ്ടി വരുമല്ലോ. അടിയിലോ? അതിന് ആരെ പറഞ്ഞ മരത്തിന്റെ അടിയിലാണെന്ന്? അപ്പൊ മരത്തിന്റെ അടിയിലല്ലേ? ആവാം, ആവാതിരിക്കാം, പക്ഷെ അറിയില്ലല്ലോ. അറിയാതിരിക്കാൻ പറ്റില്ലതയോ? അറിയണം, കാരണം നിക്കിനെ രക്ഷിക്കാൻ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. എന്നാലും ഏത് മരത്തിന്റെ ചോട്ടിലായിരിക്കും? ദൈവം, ഈ വീടിരുന്ന സ്ഥലത്തെ പഴയ വീടിന്റെ ഫോട്ടോ കിട്ടി. നോക്കട്ടെ. അല്ല, ഇത് അർജു മാമൻ അയച്ചാണല്ലോ. മാമൻ നേരത്തെ അമ്മേനോട് തെറ്റിപ്പോയതല്ലേ? എന്താ അമ്മ? അതൊക്കെ പിന്നെ പറയാം. ഈ ഫോട്ടോ നോക്ക്. ദാ ഈ വശാണ് പടിഞ്ഞാറ്, എന്ന് വെച്ചാ ഈ ഭാഗം. ദാ ഇവര് നിക്കുന്നത് ദാ ഈ ഭാഗത്തായിട്ട് വരും. അതുകൊണ്ട് അവര് നിൽക്കുന്ന ഈ ഭാഗമായിരിക്കും അവരുടെ വീടിന്റെ മച്ച് അഥവാ തട്ടിൻമോള്. അപ്പോ ഇടി, നീ ആ വേർഡ് മറന്നോ? തട്ടിൻമോളിൽ എന്തോ പ്രത്യേകതയുണ്ട് എന്നത്. അത് ഓർമ്മയുണ്ട്, പക്ഷെ അതും ഇതും തമ്മില് ബന്ധമുണ്ട്. കാരണം അവര് നിൽക്കുന്ന ഈ തട്ടിൻമോളും നമ്മുടെ വീട്ടിലെ സ്റ്റുഡിയോ റൂമും ഒരേ സ്ഥാനത്താണ്. അത് ശരി. പക്ഷെ അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ മനസ്സ് പറയുന്നു, ഈ തട്ടിൻ പുറത്ത് നിന്ന ആ മരം ഏതാന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം പ്രത്യേകത ഉള്ളത് തട്ടിൻ പുറത്തിനല്ല, പിന്നെ അത് ആ മരത്തിനാണ്. കണ്ടിട്ട് ഒരു പ്രത്യേകതയും തോന്നുന്നില്ലല്ലോ. അതെ, ചില മരങ്ങള് രാത്രി തിളങ്ങുന്ന ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യെസ്, ഫോക്സ് ഫയർ എന്നാണ് അതിന് പറയാ. എന്നാ അത് തന്നെ ആയിരിക്കും. നമുക്ക് രാത്രി വരെ കാത്തിരിക്കാം, അല്ലേ? എന്നാലേ കാണാൻ പറ്റൂ. അല്ലമ്മ, മാമന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ആ, എന്താ സംഭവം? മാമൻ എന്തിനാ വഴക്കുണ്ടാക്കി പോയത്? ആത്മാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ആത്മാക്കളോ?
മനസ്സിലാവില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവാത്ത അല്ലെങ്കിൽ അറിയാത്ത കുറെ കാര്യങ്ങൾ കൂടിയുണ്ട് ഈ കഥയിൽ. ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളോ? അതെന്താ? ആത്മാക്കളുടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവര് നമ്മളെ ശല്യപ്പെടുത്തിയിരുന്നതെന്നാ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നലെ രാത്രി വരെ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ അതിനല്ലേ? അല്ല, അതിനല്ല. അവർക്ക് വേണ്ടത് ആവശ്യങ്ങളല്ല. പിന്നെ അവരുടെ കൊലപാതകത്തിന് പിന്നിലെ രഹസ്യം പുറം ലോകത്തെ അറിയിക്കുക എന്നതാണ്. അവരെ കൊന്നതാണോ? ആര്? എന്തിന്? ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞേ? ഇന്നലെ രാത്രി അർജുനെ രക്ഷപ്പെടുത്തിയ ശേഷം നിങ്ങളെയും കൂട്ടി ഉറങ്ങാൻ കിടന്നെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോഴാണ് ലിവിംഗ് റൂമിൽ നിന്നും വീണ്ടും അവന്റെ കരച്ചിൽ ഞാൻ കേട്ടത്. അജീവി പിന്നെ വന്നോ? പിന്നെ നിങ്ങൾ ഇതുവരെ സൂപ്പി ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ സൂപ്പി സഡിയോൺ സേ ഇന്ത്യ കാ അപ്ന ഗെയിം ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.